എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ 30ാമത് വോളിയത്തിൽ ഞാൻ സുനഭാദി യോഗങ്ങൾ എന്നുള്ള വിഷയം, സുനഭ, അനഭ, ധുരധുര, ക്ഷേമദ്രുമ എന്നീ യോഗങ്ങളാണ് അതിൽ വരുന്നത്. ചന്ദ്രസ്യാഗ്രേ രാശൗ സുനഭ ഹ്യനഭ ത്വതീത രാശിസ്ഥേ ഉഭയത്ര ഗ്രഹയുക്തേ ധുരധുര സ്വപ്നോ ഭവേദ് യോഗ. കൃഷ്ണൻ 4-ാം അധ്യായത്തിൽ 7-ാം ശ്ലോകമായിട്ടുള്ളത്. അഗര രാശി എന്ന് വെച്ചാൽ 2ാമത്തെ രാശി, അതീത രാശി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ രാശി, 12ാം രാശി. ഉഭയം എന്ന് വെച്ചാൽ 2 രാശികളിലും എന്ന് വെച്ചാൽ 2-ലും 12-ലും. ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 2ാം ഭാവരാശിയിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നുവെങ്കിൽ സുനഭ എന്ന യോഗം ഉണ്ടാകും. ചന്ദ്രൻ നിൽക്കുന്നതിന്റെ 12ാം രാശിയിൽ ഗ്രഹം നിന്നാൽ അനഭ എന്ന യോഗമാകും. 2-ലും 12-ലും ഗ്രഹങ്ങൾ നിന്നാൽ ധുരധുര എന്ന യോഗമാകും. ഈ യോഗങ്ങൾ ശുഭഗ്രഹങ്ങളെ കൊണ്ടുള്ളതായാൽ ശുഭഫലവും പാപഗ്രഹങ്ങളെ കൊണ്ടുള്ളതായാൽ അശുഭഫലങ്ങളും ഉണ്ടാകും. 9ാം ഭാവാധിപതി പാപനായാലും ദോഷഫലം വരുത്തുകയില്ല. പ്രശ്നത്തിൽ വരാവുന്ന 3 യോഗങ്ങളെയാണ് ഇവിടെ പറഞ്ഞത്. അനഭ, സുനഭ, ധുരധുര യോഗം. ചന്ദ്രന്റെ 2-ൽ സൂര്യനൊഴിച്ചുള്ള ഗ്രഹം നിൽക്കണം. 12-ലും ആ വിധം തന്നെ. സുനഭായോഗഫലം. സുനഭായോഗത്തിൽ ജനിച്ചവൻ തന്നെത്താൻ സമ്പാദിച്ച ധനമുള്ളവനും രാജതുല്യനായും ബുദ്ധിയും ധനവും കീർത്തിയും ഉള്ളവനായും ഭവിക്കും. അനഭായോഗഫലം. അനഭായോഗത്തിൽ ജനിച്ചവൻ പ്രഭുവായും രോഗമില്ലാത്ത ശരീരത്തോടുകൂടിയവനായും നല്ല ശീലഗുണങ്ങളുള്ളവനായും സുപ്രസിദ്ധമായ കീർത്തിയോടുകൂടിയവനായും വിഷയസുഖങ്ങളെ നന്നായി അനുഭവിക്കുന്നവനായും നല്ല വേഷം ധരിക്കുന്നവനും ആനന്ദം അനുഭവിക്കുന്നവനും ആകും. ധുരധുര യോഗം. ധുരധുര യോഗത്തിൽ ജനിച്ചവൻ വലിയ ഭാഗ്യവാനായും സുഖഭക്ഷണം ലഭിക്കുന്നവനായും ധനവാനായും വാഹനങ്ങളെ ഉള്ളവനായും ദാനം ചെയ്യുന്നവനായും പ്രഭുവായും നല്ല ഭൃത്യന്മാരുള്ളവനുമായും ഭവിക്കും. ഇത് ശുഭഗ്രഹങ്ങളെ കൊണ്ടുള്ള സുനഭ, അനഭ, ധുരധുര യോഗങ്ങളെ കൊണ്ടുള്ള ഫലങ്ങളാകും. പാപന്മാരെ കൊണ്ടുള്ള ഈ യോഗങ്ങളിൽ ധനനാശം, തറവാട്ട് സ്വത്ത് നശിക്കൽ, മുൻപറഞ്ഞ ഗുണഫലങ്ങൾക്ക് പകരമായ ദോഷഫലങ്ങളും ബന്ധനവും വീഴ്ചയും അപകടങ്ങളും രോഗങ്ങളും ഉണ്ടാകും. ശുഭഗ്രഹങ്ങളെ കൊണ്ടാണ് നല്ല ഫലം പറഞ്ഞത്. പാപഗ്രഹങ്ങളാണെങ്കിൽ 12-ൽ പാപൻ നിൽക്കുന്നതുകൊണ്ട് വീഴ്ച, അതുപോലെ സ്ഥാനഭ്രംശം, ജാതിഭ്രംശം, നാട്ടിൽ നിന്ന് തന്നെ പോകേണ്ടി വരിക തുടങ്ങിയുള്ള യോഗങ്ങളൊക്കെ 12-ാം ഭാവത്തിൽ പാപം നിൽക്കുന്നതുകൊണ്ട് തന്നെ പറയും. 2-ാം ഭാവത്തിൽ പാപം നിന്നാൽ തറവാട്ട് സ്വത്ത് കിട്ടാതെ വരിക, എന്ത് അധ്വാനം ചെയ്താലും കിട്ടുന്ന ധനം ഉപയോഗിക്കാൻ പറ്റാണ്ട് വരിക, അങ്ങനെയുള്ള വിഷയങ്ങൾ. പല ബന്ധനവും, 2 വശത്തും പാവന്മാരുണ്ടെങ്കിൽ ബന്ധനം, ഏതെങ്കിലും അപവാദങ്ങളിൽ ചെന്ന് വിട്ട് ബന്ധനം വരിക, എന്നല്ലെങ്കിൽ സർക്കാർ വഴി ബന്ധനം. സൂര്യൻ നിൽക്കണമെന്ന് വെച്ചാൽ സർക്കാർ വഴി ബന്ധനം, അതല്ലെങ്കിൽ ദുസ്വഭാവങ്ങളെ കൊണ്ട് ജനങ്ങളെ കൊണ്ടുള്ള ബന്ധനം, അങ്ങനെയുള്ളതൊക്കെ പറയാം. കേമദ്രമായ യോഗഫലം. ഈ യോഗങ്ങൾ കൂടാതെ ചന്ദ്രന്റെ ഇരുഭാവങ്ങളിലും ഗ്രഹങ്ങൾ ഇല്ല എങ്കിൽ കേമദ്രമ എന്നൊരു യോഗവും. എന്നാൽ ഇതിന് കേമദ്രമ ഭംഗയോഗവും. ചന്ദ്രന്റെ കേന്ദ്രങ്ങളിൽ ഗ്രഹങ്ങൾ നിന്നാൽ കേമദ്രമ യോഗമില്ലെന്ന് പറയും. ലഗ്നകേന്ദ്രത്തിൽ ചന്ദ്രനോടുകൂടി ഒരു ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിലും കേമദ്രമ യോഗമില്ലെന്ന്. 2 ലക്ഷണങ്ങളാണ്. ഒന്ന്, ചന്ദ്രന്റെ ഇരുവശങ്ങളിലും 2-ലും 12-ലും ഗ്രഹങ്ങളൊന്നും നിൽക്കുന്നില്ലെങ്കിൽ കേമദ്രുമ എന്ന യോഗം. ചന്ദ്രന്റെ കേന്ദ്രങ്ങളിൽ ഗ്രഹങ്ങൾ നിന്നാൽ കേമദ്രുമ യോഗമില്ലെന്ന് ചില ആചാര്യന്മാർ പറയും. ലഗ്ന കേന്ദ്രത്തിൽ ചന്ദ്രനോടുകൂടി ഒരു ഗ്രഹം നിൽക്കുന്നുണ്ടെങ്കിലും കേമദ്രുമ യോഗമില്ലെന്ന് പറയുന്നു. കേമദ്രുമ യോഗഫലം. കേമദ്രുമ യോഗമുള്ളവൻ രാജവംശത്തിൽ ജനിച്ചവനായാലും മലിനനായും ദുഃഖിതനായും നീചനായും ദരിദ്രനായും ഭൃത്യനായും ദുഷ്ടനായും ഭവിക്കും. ദോഷകരമായ ധുരധുര യോഗം. ചതുരശ്ര ധുരധുരഗത പൂര സംശന്തി മരണമജിരണ സൗമ്യദൃഷ്ട രോഗാനാത്ര പ്രഭുവിരോധ. ചതുരശ്രം എന്ന് വെച്ചാൽ 4, 8, 12 ഭാവം.
ദുരദുരഗതാണ് ചന്ദ്രന്റെ 4-8 അല്ലെങ്കിൽ 8-12 അല്ലെങ്കിൽ 12-4 നിൽക്കുന്ന ക്രൂരഗ്രഹങ്ങൾ സംശന്തി പ്രദാനം ചെയ്യുന്നു. മരണം അചിരണ, താമസമില്ലാതെ മരണം നൽകും. സൗമ്യർ ദൃഷ്ട, ശുഭഗ്രഹങ്ങൾ നോക്കിയാൽ രോഗമുണ്ടാകും. എന്നാൽ അത്ര പ്രകാരം ഉണ്ടാവുകയില്ല. ബലോ വേദയും, ബലവാന്മാരായ ശുഭഗ്രഹങ്ങളെ കൊണ്ടുവരും. 4-12 നിൽക്കുന്ന പാപന്മാരെ കൊണ്ടുള്ള ദുരധര യോഗം അധികം താമസിയാതെ മരണമുണ്ടാകും. ആയുഷിനെ പറ്റിയുള്ള പ്രശ്നത്തിൽ ഈ ഗ്രഹസ്ഥിതി കൊണ്ട് മരണം പറയും. ലഗ്നരാശി കൊണ്ടും ചന്ദ്രരാശി കൊണ്ടും ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മരണത്തെ പറയും. ലക്ഷണം ഉണ്ടാവുകയും ഉദയരാശി കൊണ്ട് ഇല്ലാതിരിക്കുകയുമാണെങ്കിൽ കുറച്ചുകഴിഞ്ഞ ഒരു മരണകാലം ഒഴിഞ്ഞുപോയി എന്ന് പറയും. ആ ഗ്രഹങ്ങൾക്ക് ബലമുള്ള ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ഉണ്ടെങ്കിൽ മരണത്തെ പറയരുത്. രോഗിയാണെങ്കിൽ രോഗശാന്തി ഉണ്ടാകും എന്നും പറയും. ശുഭഗ്രഹങ്ങളും ദുരദുര യോഗമാണെങ്കിൽ രോഗമുണ്ടാവുകയില്ല, ആയുസ് ഉണ്ടാകുമെന്ന് പറയും. ശുനഭായോഗം പാപന്മാരെ കൊണ്ട്. അശുഭഗ്രഹങ്ങളെ കൊണ്ടുള്ള ശുനഭായോഗം ദ്രവ്യനാശവും പരാജയവും പൂർവാർജിതമായ ധനനാശവും കുടുംബാംഗങ്ങൾക്ക് രോഗവും ഉണ്ടാകും. എന്നാൽ ശുഭദൃഷ്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. ശുഭഗ്രഹങ്ങളെ കൊണ്ടുള്ള സുനഭായോഗഫലം നേരത്തെ പറഞ്ഞു. രോഗക്ലേശങ്ങൾ സംഭവിക്കുകയില്ല, പൂർവാർജിതമായ സ്വത്ത് ലഭിക്കുകയും ചെയ്യും. അനഭായോഗം പാപന്മാരെ കൊണ്ട്. പാപന്മാരെ കൊണ്ടുള്ള അനഭായോഗം രോഗവും ധനവ്യയവും വീഴ്ചയും അംഗഭംഗവും അല്ലെങ്കിൽ പതിതത്വവും ഉണ്ടാകും. ശുഭന്മാരെ കൊണ്ടുള്ള അനഭായോഗം ദീർഘായുസും ആരോഗ്യവും ഭയമില്ലായ്മയും ഉണ്ടാക്കും. ഇങ്ങനെ ചിന്തിച്ച് പ്രശ്നത്തിൽ നഷ്ടദ്രവ്യങ്ങളുടെ ലാഭത്തെയും അലാഭത്തെയും ശുഭത്തെയും അശുഭത്തെയും പറയും. ഈ യോഗങ്ങൾ തന്നെ ശുഭാശുഭ മിശ്രങ്ങളാണെങ്കിൽ ഫലവും മിശ്രങ്ങളായി വരും. അത് വളരെ ശ്രദ്ധിച്ച് ഫലം ചിന്തിച്ച് പറയുന്നു. ശത്രുരാശിയിലോ നീചരാശിയിലോ നിൽക്കുന്ന ശനി ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ ഇല്ലാതെ ദുരധുര യോഗകാരകനായോ ജന്മാഷ്ടമസ്ഥനായോ ഇരുന്നാൽ വൃക്ഷകന് ആയുസില്ല എന്ന് പറയും. ക്രൂര ഗ്രഹദൃഷ്ടി യോഗങ്ങൾ ഉണ്ടായാൽ ഉടൻ മരണമുണ്ടാകും. ശുഭദൃഷ്ടി ഉണ്ടെങ്കിൽ മരണം അകലെയായിരിക്കും, ശുഭവും ഉണ്ടാകും. ഇത് ഗോചരഫലം കൊണ്ടും പറയും. 12 ശനി 2 നോക്കി ദുരദുര യോഗം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ശനിയുടെ ചാരഫലത്തിൽ. ചാരഫലത്തിൽ പ്രശ്നം പറയുമ്പോൾ പ്രശ്നത്തിലാണ് ചാരഫലം പ്രധാനമായിട്ടും വരുന്നത്. ഗോചരത്തിലുള്ള ഗ്രഹത്തിന്റെ അവസ്ഥ തന്നെയാണ് പ്രശ്നം. ആ സമയത്തുള്ള ഗ്രഹസ്ഥിതി കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ശനി 12 നിന്നാലും ദുരധുര യോഗമാകും. അതുപോലെ തന്നെ മറ്റ് പാപഗ്രഹങ്ങളെ ദുരധുര യോഗം ഉണ്ടാക്കുന്ന പാപഗ്രഹങ്ങളെ ശുഭന്മാര് വളരെ ബലമുള്ള ശുഭന്മാർ നോക്കിയാൽ അതിന് പരിഹാരവും ഉണ്ടാകും. അങ്ങനെ ദുരധുര യോഗം സുനഭ അനഭ ദുരധുര കേമദ്രുമ ഇങ്ങനെയുള്ള ഫലങ്ങളും അതുപോലെ തന്നെ ഈ യോഗങ്ങൾ ശുഭന്മാരെ കൊണ്ടും പാപന്മാരെ കൊണ്ടും ഉണ്ടാകുമ്പോഴുള്ള ഫലവുമാണ് ഇവിടെ പറഞ്ഞത്. ദുരിതര പാപന്മാരെ കൊണ്ടാണെങ്കിൽ ചിന്തിച്ച ഫലം നടക്കില്ല എന്ന് പറയും. അതിനെല്ലാം ബന്ധനയോഗവും ഉണ്ട്, രോഗവും ക്ലേശങ്ങളും ഉണ്ട്. രോഗപ്രശ്നത്തിലാണ് രോഗം മാറുകയില്ല എന്ന് പറയും. പാവന്മാരെ കൊണ്ടുള്ള ഈ രോഗം കൊണ്ട് തന്നെ മരിക്കും എന്ന് പറയും. അങ്ങനെയുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞത്. നമസ്കാരം.